ഹലോ ഡിയർ സോൾസ്. ഇന്നത്തെ ടോപ്പിക് DFന് DMനോട് തോന്നുന്ന സെക്ഷൽ പുള്ളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ DMനും DFനും ഇടയിലുണ്ടാകുന്ന സെക്ഷൽ പുള്ള് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇത് ശരിക്കും രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള താൽക്കാലികമായ ആഗ്രഹമല്ല, മറിച്ച് രണ്ട് ആത്മാവുകൾക്ക് തമ്മിൽ ഒന്നു ചേരാനുള്ള ആ ആത്മാക്കളുടെ ദാഹമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഒരുപോലുള്ള രണ്ട് ഊർജ രൂപങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആ രണ്ട് ഊർജ രൂപങ്ങൾക്കും ഒരേ വൈബ്രേഷനും ഒരേ ഫ്രീക്വൻസിയും ആയതുകൊണ്ട് തന്നെ കൂടിച്ചേരാനുള്ള ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. ആ രണ്ട് ഊർജ രൂപങ്ങൾ ഫ്രീ ആയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്നതെങ്കിൽ അവയ്ക്ക് നിഷ്പ്രയാസം കൂടിച്ചേർന്ന് ഒന്നാകാൻ പറ്റും, അല്ലേ? പക്ഷേ ഇവിടുത്തെ അവസ്ഥ അങ്ങനല്ലല്ലോ. സെയിം വൈബ്രേഷൻ ഫ്രീക്വൻസിയും ഉള്ള ഈ രണ്ട് ഊർജ രൂപങ്ങളും രണ്ട് ശരീരങ്ങളിലായാണ് നിലകൊള്ളുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ എനർജീസിന് കൂടിച്ചേരാനുള്ള ടെൻഡൻസി മാത്രമേ കാണൂ. അവർക്ക് കൂടിച്ചേരാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ആ രണ്ട് മനുഷ്യരുടെയും സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട്, ഇപ്പോൾ അത് തെറ്റാണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ കൊണ്ട്. ഓക്കെ, ഈ രണ്ട് എനർജീസിൻ്റെയും കൂടിച്ചേരാനുള്ള ആ ഭയങ്കരമായ ടെൻഡൻസിയാണ് ഈ രണ്ട് ശരീരങ്ങളിലും സെക്ഷൽ പുള്ളായിട്ട് തോന്നിക്കുന്നത്. മനസ്സിലായോ? ആ രണ്ട് എനർജീസും രണ്ട് ശരീരങ്ങളിൽ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ആ ശരീരങ്ങളിലേക്ക് ഒരു പുള്ള് കൊടുക്കാനേ ഈ എനർജീസിനെ കൊണ്ട് കഴിയുന്നുള്ളൂ. പോയി സെക്സ് ചെയ്യ് എന്നും പറഞ്ഞ്, ഓക്കെ, എന്നാലല്ലേ ആ എനർജീസിനൊന്ന് കൂടിച്ചേരാൻ കഴിയുള്ളൂ. ഈ ചിത്രം കാണുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടല്ലോ, അല്ലേ? പക്ഷേ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എടുത്തു നോക്കാം. ഇവിടെ വെറും രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള ഒരു ആഗ്രഹം മാത്രമാണ് സെക്സ്. ഇവിടെ ഇവർക്കും സെക്ഷൽ പുള്ള് ഉണ്ടാകും, ബട്ട് ആ ശാരീരിക ആഗ്രഹം തീരുന്നതോടെ ആ പുള്ള് അവിടെ സ്റ്റോപ്പാകും. പക്ഷേ ട്വിൻ സോൾസിന് ഇടയിലുള്ള സെക്ഷൽ പുൾ അങ്ങനെയല്ല. ആ രണ്ട് എനർജീസ് നിലകൊള്ളുന്ന ശരീരങ്ങൾ സെക്സിൽ ഏർപ്പെട്ട ശേഷവും വേർപെടുമ്പോൾ ഈ പുള്ള് വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രണ്ടാളും അത് എത്ര അകലെയാണെങ്കിലും ആ പുള്ളുണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഈ എനർജീസ് തമ്മിൽ എപ്പോഴും ഒന്ന് ചേർന്നിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്വിൻ സോൾസിന് ഇടയിലുണ്ടാകുന്ന സെക്ഷൽ പുള്ളിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി സെക്ഷൽ പുൾ ഉണ്ടാകുമ്പോൾ എന്താണ് രണ്ടാൾക്കും സംഭവിക്കുന്നത് നോക്കാം. സെക്ഷൽ പുൾ രണ്ടുപേർക്കും ഒരുപോലെയാണ് അനുഭവപ്പെടുന്നത്. ഈ ടൈമിൽ DF എന്ത് ചെയ്യും? DMനെ ഫോളോ ചെയ്യാനും ചേസ് ചെയ്യാനും ശ്രമിക്കും. DMO ആ ചിന്തകളെ മാറ്റി തൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് സെപ്പറേഷൻ സ്റ്റേജിലെ കാര്യമാണ്. ഇനി സറണ്ടർ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. സെക്ഷൽ പുൾ ഉണ്ടാക്കുമ്പോൾ DMന് തൻ്റെ DFനോട് വല്ലാത്ത ഫീലിങ്സ് ആയിരിക്കും തോന്നുന്നത്. ബട്ട് DM അത് എക്സ്പ്രസ് ചെയ്യില്ല, തുറന്ന് പറയില്ല. ഇതേ സമയം ആ ഫീലിങ്സ് DFനും കിട്ടും. പക്ഷെ DF അതിനെ സപ്രസ് ചെയ്ത് തൻ്റെ സെൽഫ് ലവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ബബിൾ ഫേസിൽ സെക്ഷൽ പുള്ള് രണ്ടാളും പരസ്പരം തുറന്ന് പറയും. അവിടെ സെക്സ് സംഭവിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു രണ്ടാൾക്കും ഉള്ളിൽ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ആ ഒരു സെക്ഷൽ ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ തമ്മിൽ സെക്സ് സംഭവിക്കുകയുള്ളൂ. ഈ സെക്സ് സംഭവിച്ചാലേ ഈ സെക്ഷൽ ട്രോമയെ ഹീല് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി സെൽഫ് ലവിൽ ഇരിക്കുന്ന ഒരു DFനെ സംബന്ധിച്ച് ഈ സെക്ഷൽ പുൾ ഉണ്ടാകുമ്പോൾ എന്തായാലും അവർക്ക് DMൻ്റെ അടുത്തോട്ട് പോകാനൊന്നും പറ്റത്തില്ല, അല്ലേ? അങ്ങനെ പോയാൽ DMൻ്റെ അവേക്കനിങ്ങിനെ അത് സാരമായി ബാധിക്കുമെന്ന് DFന് നന്നായിട്ട് അറിയാം. അപ്പോൾ DFന് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം, DMൽ നിന്നും കിട്ടുന്ന ആ ഒരു സെക്ഷൽ പുള്ളിനെ എന്ത് ചെയ്യണം? ഫീൽ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആകുക. ശേഷം ആ ഫീലിങ്ങിനെ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ നിങ്ങളുടെ DMനും കിട്ടുവാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു സെക്ഷൽ എനർജിയെ വഴിതിരിച്ചു വിടുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ടല്ലേ? അതായത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക, കവിതയും കഥകളും ഒക്കെ എഴുതുക,
സൂപ്പറായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുക, പെയിൻറ് ചെയ്യുക, ക്രാഫ്റ്റിംഗ്, സിംഗിങ്, ഡാൻസിങ് അല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ? ഓക്കെ, നിങ്ങൾക്കറിയോ ഈ സെക്ഷൽ എനർജി ഓർ ഡി എഫിൽ ഉണ്ടാകുന്ന സെക്ഷൽ പുൾ എന്നത് സെയിം വൈബ്രേഷനും ഫ്രീക്വൻസിയും ഉള്ള മറ്റൊരു എനർജിയുമായി കൂടിച്ചേരാൻ ഭയങ്കര ടെൻഡൻസി കാണിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഡി എഫിൽ ഉണ്ടാകുന്ന ഈ സെക്ഷൽ എനർജി ഭയങ്കര പവർഫുള്ളാണ്. യെസ്, ഇനി ഡി എഫിൽ ഈ സെക്ഷൽ പുൾ ഉണ്ടാകുന്ന ടൈമിൽ ഡി എഫ് എന്ത് ചെയ്യണമെന്നറിയോ? ആ സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് വർക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ കുറേ ക്രിയേറ്റീവ് വർക്കുകളില്ലേ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന പവർഫുള്ളായിട്ടുള്ള സെക്ഷൽ എനർജി ഫുള്ളായിട്ട് ആ ഒരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റിസൾട്ട് തന്നെയായിരിക്കും. മനസ്സിലായോ? ഉദാഹരണത്തിന് ഈ സെക്ഷൽ പുൾ ഉണ്ടാകുന്ന സമയത്ത് ക്രാഫ്റ്റ് വർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡി എഫ് ആണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യുക. ക്ലൈമാക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ക്രാഫ്റ്റ് പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റായ ഒന്നായിരിക്കും. അതുപോലെ ഏത് ക്രിയേറ്റീവ് വർക്കായാലും ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ലോ എനർജിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഈ ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.